വെൽക്കം ടു മിനി വ്ളോഗ് യു ഗൈസ്. അപ്പോൾ ഇന്ന് നമ്മുടെ മെയിൻ അജണ്ട എന്ന് പറയുന്നത് നമ്മുടെ ജെറിമോൻ്റെ ബർത്ത്ഡേ വരുവാണല്ലോ. അപ്പോൾ ആൾക്കൊരു ഗിഫ്റ്റ് മേടിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ പോയത് സെഫോറയിലാണ്. അവിടെ ചെന്നപ്പോൾ ഈ ചേച്ചി നമ്മളോട് പറഞ്ഞു ഇവിടെ ഷൂട്ടിംഗ് അലൗഡ് അല്ലെന്ന്. ആ ചേച്ചി ഇപ്പം അച്ചുവിനെ തല്ലിക്കൊല്ലുമെന്നുള്ള രീതിയിലാണ് നിൽക്കുന്നത്. കണ്ടോ തലയിടാട്ടുന്നത്. എന്നിട്ട് ഞങ്ങളത് ഓഫ് ചെയ്തു. പക്ഷെ നമുക്ക് വിടാതിരിക്കാൻ പറ്റുമോ? അവിടെയുള്ള കുട്ടി വ്ളോഗ്സൊക്കെ ഞാൻ അങ്ങ് എടുത്തു. ഷോർട്സ് നമ്മൾ മേടിച്ച ഗിഫ്റ്റ് റാപ്പ് ചെയ്തു. അവിടുത്തെ ആ ഒരു ഷോർട്സ് ഞാൻ എടുത്ത് ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അവിടെ നിന്ന് നേരെ നമ്മൾ പോയത് ജിയോഡാനോയിലാണ്. അതിൻ്റെ പ്രൊനൗൺസിയേഷൻ അങ്ങനെയാണെന്ന് ഞാൻ തോന്നുന്നു. ആ 3 സെറ്റ് കണ്ടോ ഗൈസ്, മെയിൽ ഫീമെയിൽ ആൻഡ് ബേബി സെറ്റാണ്. പക്ഷേ സൈസ് നമുക്ക് ശരിയാവാത്തതുകൊണ്ട് അതവിടെ നിന്ന് എടുത്തില്ല. അവിടെ നമ്മൾ നേരെ ഇറങ്ങി സിറ്റി സെൻറ്ററിലൊക്കെ ഒന്ന് എക്സ്പ്ലോർ ചെയ്തു. എന്നാ തിരക്കായിരുന്നെന്നറിയോ ഗൈസ്, ഒരു ഉത്സവ പറമ്പിൻ്റെ അത്രയും ഒരു അറ്റ്മോസ്ഫിയർ ആയിരുന്നു അവിടെ. അവിടെ നിന്ന് ഇറങ്ങി ഞങ്ങൾ നേരെ മാക്സിലോട്ട് പോയി. മാക്സിൽ ചെന്നപ്പോഴത്തേക്കും അവിടെ അതിലപ്പുറം ആളായിരുന്നു ഗൈസ്. പിന്നെ അവിടെ നിന്ന് നമ്മൾ വലുതായിട്ടൊന്നും എടുത്തില്ല. ബിഷപ്പിൻ്റെ വെളി വന്നതുകൊണ്ട് തൊട്ടപ്പുറത്തുള്ള നാൻഡസിൽ നമ്മൾ കയറി. ഇപ്പോൾ വരുന്ന റെഡ് ചേച്ചിയാണ് നമ്മളെ സീറ്റിങ്ങിലൊക്കെ ഹെൽപ്പ് ചെയ്തത്. പിന്നെ ഒരു ബ്ലൂ ചേട്ടനുണ്ട്, ആ ചേട്ടൻ പുറകെ വരുന്നതായിരിക്കും, അവരെ ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്യാം. അപ്പോൾ ഈ ചേച്ചിയെ ഫോളോ ചെയ്ത് ഞങ്ങളുടെ സീറ്റിൻ്റെ അടുത്തോട്ട് എത്തി. ചേച്ചി മെനു കാർഡൊക്കെ കൊണ്ട് തന്നു. അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ തിരിച്ച് നമുക്ക് വേണ്ട സാധനങ്ങളൊക്കെ നമ്മൾ ചൂസ് ചെയ്തു. അപ്പോൾ ഞങ്ങൾ ഓർഡർ ചെയ്തത് എസ്പാറ്റോ ചിക്കനും പിന്നെ പിനക്കൊലാഡ, പിന്നെ വിങ്സ്. അവിടുത്തെ വിങ്സ് ഭയങ്കര നല്ലതാണ്. പിന്നെ അവിടെ നമുക്ക് ഓപ്ഷൻ ഉണ്ട് ചൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഏത് ഫ്ലേവർ ഓഫ് സ്പൈസാണ് നമുക്ക് വേണ്ടതെന്നുള്ളത്. ഈ ഗോപുരം പോലെ ഇരിക്കുന്ന സാധനം കൊണ്ട് തരുന്ന എസ്പാറ്റോ ചിക്കൻ തൂക്കിയിടാൻ വേണ്ടിയിട്ടാണ്. ഇതാണ് അവരുടെ സിഗ്നേച്ചർ 3 സോസസ്. ആ ചേട്ടൻ്റെ കാര്യമാണ് ഞാൻ പറഞ്ഞത്, നമ്മുടെ നീലുടുപ്പിട്ട ചേട്ടൻ. അപ്പോൾ ഇതായിരുന്നു നമ്മുടെ വിങ്സ്. അതും നാം ഓർഡർ ചെയ്തത് ലെമൺ ആൻഡ് ഹേർബ് ആയിരുന്നു. ഇതാണ് അവരുടെ സ്പൈസ് ലെവൽസ്. ജിഷ്ടേച്ചിക്ക് ഇത് എന്തായാലും ആവശ്യമാണ്, കാരണം ആൾ ചിക്കനൊന്നും കഴിക്കത്തില്ലല്ലോ. അപ്പോൾ ആൾ റൈസിനകത്ത് ഈ 3 സോസും മിക്സ് ചെയ്തായിരുന്നു ഗൈസ് കഴിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ആ ചിക്കൻ എൻജോയ് ചെയ്യുന്ന തന്നെയാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒരു സർജറി ഒക്കെ ചെയ്യാൻ പോകുന്ന പോലെയാണ് ഞാൻ ആ ചിക്കനെ സർജറി ചെയ്ത് അതിൻ്റെ എല്ലും ബോൺസും ഒക്കെ എടുത്ത് പുറത്തോട്ടിട്ടത് ഗൈസ്. ഓരോ ഹോട്ടലിൽ കയറി ഞങ്ങൾ സംസാരിക്കുന്ന കേട്ടാൽ തോന്നുന്നു ഞങ്ങൾ വർഷങ്ങളായിട്ട് കണ്ടുമുട്ടുന്ന ആൾക്കാരാണ്. തൊട്ടപ്പുറത്തും താമസിക്കുന്ന ഞങ്ങൾക്ക് എല്ലാ ദിവസവും കാണുമ്പോഴും 100 ടോപ്പിക്കായിരിക്കും ഗൈസ് കാണാനായിട്ട്. നിങ്ങൾക്കും അങ്ങനെ തന്നെ ആയിരിക്കും എന്ന് എനിക്ക് എൻ്റെ തോന്നൽ. ഈ ബ്ലൂ കളറിട്ട ചേക്കട്ടൻ അപ്പോൾ നമുക്ക് നമ്മുടെ സൈഡ്സും പിന്നെ ആ തൂക്കിയിട്ട ചിക്കനും കൊണ്ട് തന്നു. അതിൻ്റെ പേരാണ് എസ്പാച്ചോ. ഞാൻ ഇതിന് ചൂസ് ചെയ്ത ഫ്ലേവർ മൈൽഡാണ് കേട്ടോ, നല്ലൊരു ഫ്ലേവർ. അധികം പെരി ആയാലും അല്ലെങ്കിൽ ഹോട്ട് സോസ് ആണെങ്കിലും എനിക്ക് അത്രയ്ക്ക് അങ്ങ് ഇഷ്ടമല്ല. നമ്മുടെ ഈനുകുട്ടാപ്പിക്ക് ഇഷ്ടപ്പെട്ട സാധനമാണല്ലോ ഫ്രഞ്ച് ഫ്രൈസ്, ജിഷ ചേച്ചിക്കും. അപ്പോൾ 2 പേരും അത് അടിപൊളിയായിട്ട് എൻജോയ് ചെയ്ത് കഴിച്ചു. അത് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ ഡെസേർട്ട് എത്തി. നമ്മുടെ ഡ്രിങ്ക്സ് എൻ്റെ ഇടയ്ക്ക് വന്നിരുന്നു, അതൊക്കെ ഞങ്ങൾ കുടിച്ച് തീർത്തു. ഒന്നും എടുക്കാനുള്ള സമയമില്ലായിരുന്നു ഗൈസ്, വിശപ്പിൻ്റെ വിളി അതുപോലെയായിരുന്നു. ഇത് അടിപൊളി ഒരു ഐറ്റമാണ്. ഓൾമോസ്റ്റ് ഒരു 2 മന്ത്സ് കഴിഞ്ഞിട്ടാണ് ഞാൻ ഇത്രയും ഹെവി ആയിട്ടുള്ള ഒരു ഡെസേർട്ട് കഴിക്കുന്നത്. ഐസ്ക്രീം വിത്ത് ഐ തിങ്ക് ചോക്കോ ലാവ മെൽറ്റഡ് കേക്ക് സംതിങ് അങ്ങനെയായിരുന്നു അതിൻ്റെ പേര്. അടിപൊളിയായിരുന്നു ഗൈസ്. നിങ്ങൾക്ക് എൻ്റെ മുഖത്തെ ആ ഒരു എക്സ്പ്രഷൻ കാണുമ്പോൾ അറിയാം, ഫസ്റ്റ് ബൈറ്റ് എടുക്കുമ്പോൾ തന്നെ ഒരു അഡ്രിനാലിൻ റഷ് തന്നെയായിരുന്നു. കാരണം എത്ര നാളായി കഴിച്ചിട്ട്. അപ്പോൾ ഒരു ബൈറ്റും കൂടെ എടുത്തിട്ട് ഞാനത് അവിടെ സ്റ്റോപ്പ് ചെയ്ത് ടേസ്റ്റ് അറിഞ്ഞാൽ മതിയല്ലോ, ഉള്ള കാലറി എല്ലാം കൂടെ അകത്തോട്ട് അടിച്ച് കയറ്റണമെന്നില്ലല്ലോ. അപ്പോൾ അതൊക്കെ കൂടെ കഴിഞ്ഞു, അതെല്ലാം എൻജോയ് ചെയ്തു. ഞങ്ങൾ അവിടുന്ന് പയ്യെ സ്കൂട്ടാവാനായിട്ടുള്ള പരിപാടിയാണ്. ബില്ല് പേ ചെയ്ത് കഴിഞ്ഞിട്ട് കേട്ടോ, തെറ്റിദ്ധരിക്കരുത്. അപ്പം അത് കഴിഞ്ഞു. ഈനുക്കുട്ടനും അടിപൊളിയായിട്ട് അതൊരു അവിയൽ പരുവത്തിലാക്കി. അവന് ഇഷ്ടമാണ്. അവൻ്റെ അപ്പൻ്റെ സ്വഭാവം അതേപടി പറിച്ച് വെച്ചിരിക്കുകയാണ് ഗൈസ്. ഈ ഡെസേർട്സിൻ്റെയൊക്കെ കാര്യത്തിൽ ഓൾമോസ്റ്റ് സെയിം ടേസ്റ്റാണ് 2 പേർക്കും. ചോക്ലേറ്റും ഐസ്ക്രീംസും ഡെസേർട്ട്സും അതുപോലെ ക്രേസി ലവേഴ്സാണ് ഗൈസ്. അപ്പം അതാണ് എൻ്റെ സിസ്റ്റർ അച്ചുക്കുട്ടി. അത് കഴിഞ്ഞിട്ട് അവരെല്ലാവരുമായിട്ട് വർത്താനമൊക്കെ പറഞ്ഞ് ഇവർ തമ്മിൽ ടോം ആൻഡ് ജെറി ഗെയിംസാണ് ഓൾ ദ ടൈം. അടിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗൈസ് ഇതുപോലെ അടി ഉണ്ടാക്കുന്ന 2 പേരെ ഞാൻ കണ്ടിട്ടില്ല. സിബ്ലിങ്സ് ഇല്ല ഇനുവിന്, എന്നാലും ഇവളെയാണ് അവൻ അതുപോലെ കാണുന്നത്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞു. ദ ഗുഡ് തിങ് ഈസ് ലൈക്ക് അവരുണ്ടാക്കുന്ന സാധനങ്ങളെല്ലാം നമുക്ക് ലൈവായിട്ട് കാണാൻ പറ്റും. അങ്ങനെ ഞങ്ങൾ നാൻഡോസിനോട് ബൈ ഒക്കെ പറഞ്ഞ് അവിടുന്ന് ഇറങ്ങി. ഇനി ഡാഡയ്ക്ക് നെക്സ്റ്റ് ഗിഫ്റ്റ് മേടിക്കാനുള്ള ടൈമായി. അപ്പോൾ എൻ്റെ ഈനുക്കുട്ടി ഞാനും കൂടെ ഹായ് എല്ലാം കളിച്ച് കഴിഞ്ഞ് താഴോട്ട് വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ മിനി സോയിൽ ഈ ടെഡി ബെയറിനെ കണ്ടു. ഇവിടെ നിന്ന് കൊണ്ടുവരാൻ അവനെ പെട്ടൊരു പാട് ഗൈസ്. ഞാൻ അവിടെ ഒരു World War III തന്നെ അവിടെ ഞാൻ സൃഷ്ടിക്കേണ്ടി വന്നു അവനെ ഒന്ന് അവിടെ നിന്ന് എടുത്തിട്ട് വരാൻ വേണ്ടിയിട്ട്. കഴിഞ്ഞ് ഞങ്ങൾ പോയത് നമ്മുടെ ഒപ്റ്റിക്സിലോട്ടാണ്. നമ്മുടെ ഇൻജർമോൻ ഒരു നല്ല ഗ്ലാസ് വാങ്ങിക്കാനായിട്ട്. ഈനുക്കുട്ടനാണെങ്കിൽ അവൻ്റെ ഗ്ലാസ് പൊട്ടിച്ച് കളഞ്ഞിരുന്നു. അപ്പോൾ അത് സർപ്രൈസാണ് ഞങ്ങൾ കൊടുക്കുന്നത് കേട്ടോ. ജെർമോൻ ഒരു അടിപൊളി ഗ്ലാസും മേടിച്ച് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ നമ്മുടെ കുട്ടി വ്ളോഗ് യു ഗൈസ്. ഇഫ് യു ലൈക്ക് മൈ വീഡിയോ, ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ടു മൈ ചാനൽ. ലവ് യു ഓൾ.